പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. യഹോവ മോശെയോടും അഹരോനോടും മിസ്രയീമദേശത്തിൽ വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഓരോ ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോയില്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് അനുസൃതമായി അവനോ അവന്റെ വീട്ടിൽ നടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുവൻ തിന്നുന്നതിന് ഒത്തവിധം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്നു രാത്രി അവർ തീയിൽ ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കൈപ്പുചിരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടതല്ലാത്ത പച്ചയായോ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്കോ ശേഷിപ്പിക്കുന്നതോ നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിനോ ചെരുപ്പിട്ടു കയ്യിൽ വടി പിടിച്ചുകൊണ്ടും നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. യഹോവ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ നടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ എല്ലാം സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി അടുത്തു. ഞാൻ യഹോവ ആകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായി ഇരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീമദേശത്തിനു വരുത്തുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങളത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്നും നീക്കി കളയണം. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭയോഗം ഉണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെ ആകുന്നു ഞാൻ നിങ്ങളുടെ കൂട്ടത്തെ മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ ആചരിക്കണം. 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവും കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് നീക്കിക്കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെ എല്ലാം വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക്
ഒത്ത ഓരോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് ഈ പെസഹായെ അറുക്കുവിൻ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്തു കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കുവരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിനു പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനായിരിക്കുന്ന ദേശത്തോ നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മ ആചരിക്കണം. ഈ കർമ്മ എന്തെന്നോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞുകടന്നു നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇത് എന്നു നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോയും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമ്യരും രാത്രിയിൽ എഴുന്നേറ്റ് മിസ്രയീമിൽ വലിയ ഒരു നിലവിളി ഉണ്ടായി. ഒരാളെങ്കിലും മരിക്കാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ മോശെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു, നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിൽ നടുവിൽ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിക്കുവിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയി കൊള്ളുവിൻ, എന്നെയും അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞു. മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്തു നിന്ന് അയച്ചു. ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ജനം കുഴച്ച മാവും പുളിക്കുന്നതിനു മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തു കൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് അനുകമ്പ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതെല്ലാം അവർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയടിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റയംസയിൽ നിന്നും സൂക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വലിയോരും സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോകുന്നു. മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ മിസ്രയീമിൽ ഒട്ടു താമസിപ്പിക്കാതെ ഒടിച്ചു കളയുകയാൽ അത് പുളിച്ചിരിക്കുന്നില്ല. അവർ വഴിക്ക് ആഹാരം ഒന്നും ഒരുക്കിയിരുന്നതുമില്ല. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിച്ച പരദേശവാസം 410 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളെല്ലാം മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു. യഹോവ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു. ഇത് തന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകം ആചരിക്കേണ്ട രാത്രി.
യഹോവ പിന്നെയും മോശയോടും അഹ്റോനോടും കൽപ്പിച്ചത് പെസഹയുടെ ചട്ടം ഇതാകുന്നു: അന്യജാതിക്കാരനായ ഒരുവനും അത് തിന്നരുത്. എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസന്മാർ ഓരോരുവർക്കു പരിച്ഛേദന ഏറ്റ ശേഷം ഇത് തിന്നാം. പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത്. അതാത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം. ആ മാസം ഒട്ടും വീടിനു പുറത്തു കൊണ്ടുപോകരുത്. അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത്. ഇസ്രായേൽ സഭയെല്ലാം അത് ആചരിക്കണം. ഒരു അന്യജാതിക്കാരൻ നിന്റെ കൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണെല്ലാം പരിച്ഛേദന ഏൽക്കണം. അതിന്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവന് അടുത്തു വരാം. അവൻ സ്വദേശിയെ പോലും ആകും. പരിച്ഛേദന ഇല്ലാത്ത ഒരുവനും അത് തിന്നരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം. ഇസ്രായേൽ മക്കളെല്ലാം അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹ്റോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അന്നു തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. ബാർക്കിമോർ.